ഇതൊന്ന് തിളച്ചങ്ങോട്ട് വരുമ്പോൾ റെഡിഷ് ബ്രൗണിഷ് സിൽവറിഷ് കളറിലേക്ക് വരുമ്പോൾ ആരാ ഇങ്ങോട്ട് മനസ്സിലായില്ല? ഞാൻ ഉത്തമനായരുടെ മകൻ. അച്ഛൻ പറഞ്ഞ് തിരുമേനിയുടെ കയ്യിൽ നിന്ന് സദ്യക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വാങ്ങിക്കൊണ്ടുവരാൻ. എന്താ ഉണ്ണിയുടെ പേര്? ഞാൻ ഷിബു UP. ലിസ്റ്റ് എല്ലാം അയക്കണു. ഉണ്ണി അകത്തേക്ക് വരിക. ഉണ്ണിയുടെ അച്ഛൻ വിളിച്ചിരുന്നു തന്നെ. ലിസ്റ്റ് എല്ലാം തയ്യാറായിക്കണു. ദാ നോക്കിക്കൊള്ളുക. തിരുമേനി, ഈ ലിസ്റ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എന്തേ കുട്ടി അങ്ങനെ ചോദിക്കാൻ? അല്ല, അരി 2 ചാക്ക് കുഴപ്പമില്ല, തേങ്ങ എന്തിനാ തിരുമേനി 2500 എണ്ണം? അതേ കുട്ടി, ഞാൻ ഈ സാധാരണ ദഹനക്കാരെ പോലെ കരിച്ചു പൊരിച്ചോന്നല്ല സദ്യ കൂട്ടുന്നത്. സദ്യ വെച്ചാൽ അതിന്റെ പവിത്രത നഷ്ടപ്പെടാതെ ഓരോ കൂട്ടും തേങ്ങാപ്പാൽ ചാലിച്ചാണ് ഉണ്ടാക്കുക. എന്തിനാ അരി പോലും തേങ്ങാപ്പാല വിളപ്പിക്കുന്നത്? എന്റെ കണക്കിന് തേങ്ങ ഇത് പോരാതെ വരും. കുട്ടി തറവാട്ടിലൂടെ ആദ്യമല്ലേ? ഒരു ചായ കുടിച്ചിട്ടാവാം ഇനി. എന്താ കുട്ടി, ചായ നന്നായിരിക്കണമല്ലേ? ഇതിൽ എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചായ വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കാനുള്ളതല്ല. ആദ്യം തേയിലപ്പൊടി പാത്രത്തിൽ ബെഡ് ചെയ്യണം. അതിൽ തേങ്ങയുടെ 5-ാം പാൽ ഒഴിച്ച് തിളപ്പിക്കണം. അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഏലം, ചുക്ക് എല്ലാം കൂടെ അരച്ച് കലക്കി പിഴിഞ്ഞൊഴിക്കണം. വെളുത്തുള്ളി ഉള്ളിയൊക്കെ ചായയിലിടൂ. അതാണല്ലോ എൻ്റെ സ്പെഷ്യൽ ചായ. കഴിഞ്ഞിട്ടില്ല, ഇതൊന്ന് തിളച്ച് അങ്ങോട്ട് വരുമ്പോൾ റെഡിഷ് ബ്രൗണിഷ് സിൽവറിഷ് കളറിലേക്ക് വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ഗ്ലാസ് പശുവിൻ മൂത്രം, ആട്ടിൻ മൂത്രം, എരുമ മൂത്രം ഏതെങ്കിലും 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കും. അപ്പൊ ഇതിൽ ഒഴിച്ചിട്ടുണ്ടോ? തീർച്ചയായും. സ്വാമിയുടെ വീട്ടിൽ എന്താ ഒരു ബഹളം? അതെന്തെങ്കിലും മൂത്രപ്രയോഗമായിരിക്കും. ഒരു പട്ടി വരയ്ക്കും പോലെ സൗണ്ട് കേൾക്കണം. അത് തന്നെ, നമുക്ക് പോവാം. എന്താടേ വല്ല മൂത്രം വല്ലതും കുടിപ്പിച്ചാ? എൻ്റെ പൊന്നണ്ണന്മാരെ, ഞാൻ സദ്യക്കുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അപ്പോൾ ഇയാൾ ചായ എന്ന് പറഞ്ഞ എന്തോ കലക്കി തന്നു. ഞാൻ അത് കുടിക്കുകയും ചെയ്തു. പാചകവും അളിയ പാചകവും എടാ, പാചകമൊക്കെ ആ പുള്ളിക്കാരൻ എന്ന് നിർത്തി. നീ ഒന്നും അറിഞ്ഞില്ലേടേ? ഇത് ഇങ്ങനെ സ്ഥിരം പരിപാടിയാണ്. ഇങ്ങനെ തലയിൽ തേങ്ങ വീണ് കിളി പോയിരിക്കുകയാണ്. വേഗം വാട്ടർ ടാങ്കിൽ തേങ്ങാപ്പാലും മൂത്രം കലക്കി വെച്ച് വരുന്ന ആളുകൾക്ക് തൂപ്പാൻ കൊടുക്കണതാണ് അവൻ്റെ ജോലി. അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായടേ. ആ പുള്ളിക്കാരൻ കാരണം നാട്ടിൽ തേങ്ങയ്ക്ക് വില കൂടി. ഉണ്ണി എവിടെ നിൽക്കുക? ആ ലിസ്റ്റിലെ മൂത്രത്തിന്റെ കണക്ക് എത്തിയിട്ടില്ല. ഓടാ ഭ്രാന്ത.